അതുപോലെ തന്നെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ചിലർക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലമായിട്ട് വിചാരിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം തന്നെ നമ്മളെ പച്ചക്കറിയൊക്കെ ഭയങ്കര വിലയാണ്. അതുമാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികളിൽ മുഴുവൻ വിഷം ഇട്ടിട്ട് നമ്മളെ ഒരു ആയുസ് തന്നെ പിന്നെ ഇല്ലാണ്ടാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഇപ്പം ഒന്ന് പച്ചക്കറിക്ക് നമ്മൾ ടൗണിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ 1000 രൂപ കൊണ്ടുപോയി കഴിഞ്ഞാലും പിന്നെ എന്താ പറയുക കുറച്ച് പച്ചക്കറികൾ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ വിഷമില്ലാണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ വളരെ പിന്നെ അധ്വാനം കുറഞ്ഞ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ദിവസേന നമുക്ക് ഇലക്കറികൾ തോരൻ വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യം തന്നെയാണ് ഞാൻ ഈ ഇതാ ചായമാൻസ. അപ്പോൾ ഈ ചായമാൻസൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു പരിചരണവും ആവശ്യമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സസ്യത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ആരോഗ്യവും അതുപോലെ തന്നെ കീശ അധികം കാലിയാകാനും നോക്കാനും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണണം. അപ്പം ഈ ഒരു ചെടീനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. പിന്നെ അപ്പം ഈ ചെടീൻ്റെ പ്രധാന ഔഷധ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ലധികം പിന്നെ വൈറ്റമിൻസുകൾ അടങ്ങിയ പിന്നെ ഒരു ചീരയാണിത്. അപ്പോൾ ഇതിന് പിന്നെ നമ്മൾ ഈ മരച്ചീര എന്ന് ആൾക്കാർ പറയും, ചായാമാൻസ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ മെക്സിക്കോ ചീര, അങ്ങനെ ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന ഒരു ചീരയാണ്. പക്ഷേ പലരും നമ്മുടെ വീട്ടിൽ ഇതൊരു വിഷമുണ്ട് എന്ന് കരുതിയിട്ട് ഇത് വെക്കാണ്ട് ഇത് പാകം ചെയ്യാണ്ട് തന്നെ ഭക്ഷണം പാകം ചെയ്യാണ്ട് തന്നെ പലരും പിന്നെ വെറുതെ വീട്ടിലിങ്ങനെ കാട് പോലെ ഇങ്ങനെ വളർന്നു കിടക്കും. പക്ഷേ അതിൻ്റെ കാര്യമൊന്നുമില്ല. പിന്നെ ഇതിന് വിഷമുണ്ടോയെന്ന് വെച്ചാൽ വിഷമുണ്ട്. പിന്നെ ഇതിൻ്റെ വിഷം ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ പാല് ഒക്കെ വരുന്നുണ്ടോ, ഈ പാലാണ് പിന്നെ ഇതിൽ വിഷമായിട്ട് ഉണ്ടാകുന്നത്. വിഷം ആണ്, ഈ പാല് വിഷം തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഈ പാലടക്കം നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ചിലർക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പോൾ അതിന് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചീര ഇങ്ങനെ നുള്ളിയതിന് ശേഷം പിന്നെ ഇത് കൊണ്ടുപോയിട്ട് ഒരു 20 മിനിറ്റ് പിന്നെ നമ്മൾ തുറന്ന പാത്രത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളി. നമ്മളെ കപ്പേൻ്റെ എല്ലാം കട്ട് പോലെയുള്ളൊരു കട്ട് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ അതങ്ങ് മുഴുവൻ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് സൂപ്പർ സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്, ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ വനങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വന്നതാണ്. വനത്തിൽ നിന്ന് ഇതിൻ്റെ ഔഷധ മൂല്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ ഈ നാടുകളിലേക്ക് വന്നതാണ്, വനത്തിൽ നിന്ന് വന്നതാണ്. പിന്നെ ഈ ശരിക്ക് ഗോത്രവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ച ആദിവാസി ഗോത്രവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ച ഒരു പിന്നെ സസ്യമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പിന്നെ ഔഷധ ഗുണം മനസ്സിലാക്കിയിട്ടാണ് ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിലേക്കും ഇത് കറിക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ഷുഗർ ചീര എന്നും കൂടെ പേരുണ്ട്. അതെന്ന് വെച്ചാൽ ഷുഗർ ഇല്ലാണ്ടായിക്കളയും, ഷുഗർ വരില്ല നമുക്ക് ഇത് സ്ഥിരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ. ദിവസേന കഴിക്കാൻ പിന്നെ നമുക്കിത് ഇതിനെക്കൊണ്ട് പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെറുതെ ഒന്ന് കമ്പൊടിച്ചിട്ട് വെറുതെ മണ്ണിലിടം കൊണ്ട് കുത്തിവെച്ചാൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന് പിന്നെ ഈ പറഞ്ഞ ഇലകളും പിന്നെ ബ്രാഞ്ചസുകളൊക്കെ വന്ന് പിന്നെ നമുക്ക് എന്താ പറയുക പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാവും. പിന്നെ എന്ന് വെച്ചാൽ ഈ സംഭവം കട്ട് ചെയ്ത് ഉപയോഗിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഹൈറ്റിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 6-10 മീറ്റർ വരെ ഹൈറ്റ് ആയി പോകും. പിന്നെ നമുക്ക് ഇതിൻ്റെ തളിരിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കിങ്ങനെ തളിരില പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ കൊമ്പ് ഇടയ്ക്ക് പിന്നെ പൊട്ടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ യഥേഷ്ടം വളർന്ന് റെഡി ആയിക്കൊണ്ടിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ വിളർച്ചയുള്ളവർക്ക് ഇത് നല്ലൊരു ഔഷധമാണ് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ. പിന്നെ പരിപ്പിലൊക്കെ ഇട്ടിട്ട് ഇത് വെക്കാൻ പറ്റും. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ മുടിഞ്ഞ ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ കട്ടൊന്ന് കളഞ്ഞിരിക്കണം നിർബന്ധമായിട്ട് എങ്ങനെ വെക്കുമ്പോഴായാലും. അതുപോലെ തന്നെ പിന്നെ നമ്മളെ എല്ലിന് പല്ലിന് ഒക്കെ നല്ല പിന്നെ ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ചീരനെ കൊണ്ട് പറ്റും. കാൽസ്യം കണ്ടമാനം അടങ്ങിയിട്ടുണ്ട്.
അത് തന്നെ. അതുപോലെ തന്നെ ഈ രക്തോട്ടം വല്ലാണ്ട് വർദ്ധിക്കും. രക്തോട്ടം വർദ്ധിക്കുമ്പോൾ ഈ വെരിക്കോസിസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ, അപ്പോൾ രക്തോട്ടം വർദ്ധിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വെരിക്കോസ് വൈൻ്റെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും. അപ്പോൾ രക്തോട്ടം വർദ്ധിക്കാനും അതുപോലെ തന്നെ പൊണ്ണത്തടിയുള്ളവർ അവർക്കൊക്കെ പിന്നെ എന്താ പറയുക ഒരു ഹെൽത്തിയായ ഒരു ശരീരം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ഈ ഒരു സസ്യം നമുക്ക് ഉപയോഗിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഒന്നുമില്ല. കാര്യം പറഞ്ഞാൽ ഒരു കീടങ്ങളെ ഒരു ബാധ ഇതിനില്ല എന്നുള്ളതാണ്. ഒരു കീടബാധ ഇതിനെ ഏൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വെറുതെ നമ്മളെന്താ സംബന്ധിച്ചാൽ പ്രത്യേകിച്ച് വെള്ളവും വേണ്ട, ഒന്നും വേണ്ട, ഇത് അവിടെ കൊണ്ടുപോയിട്ടൊന്നും ഇങ്ങനെ കുത്തിയിട്ട് കഴിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള നിലക്കും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഈ സസ്യം പിന്നെ വ്യാപകമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന തരത്തിലേക്ക് എത്തേണ്ട കാര്യമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് തന്നെയാണ് പിന്നെ നമുക്ക് ഇപ്പം ഇലക്കറി എന്ന് പറഞ്ഞാൽ പൈസയൊക്കെ മുടക്കി വലിയ പൈസയാണ് ഇപ്പോൾ മേടിക്കുന്നത്. പിന്നെ അത് മാത്രം കിട്ടുന്ന തന്നെ കണ്ടമാനം വിഷം അടിച്ച പച്ചക്കറികളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുക. പിന്നെ ഒരുപാട് ഗുണമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ തന്നെ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ഒരു കമ്പുകൾ ഒടിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നട്ടുവെച്ചിട്ടുണ്ട്. പിന്നെ വേറൊന്നും വേണ്ട, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം മുന്നേ പിന്നെ കമ്പ് ഒടിച്ച് വെച്ച ചെടികളാണ്. ഇത് കണ്ടോ, ഇതിനൊക്കെ പിന്നെ ഇലകൾ വന്നു. പിന്നെ കണ്ടോ, ഇത് മറ്റൊരു ചെടിയാണ്, പക്ഷേ ഇത് കുറച്ച് ഹൈറ്റായി പോയി. പക്ഷേ ഇത് ഞാൻ കൊമ്പ് ഒടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ എൻ്റെ വീടിന് ചുറ്റുമായിട്ട് ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും പിന്നെ ഇതിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ഥലപരിധിയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചെറിയ സ്ഥലമുള്ളവർക്ക് തന്നെ ഇതേപോലെ ഇങ്ങനെ നട്ടു വെച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് ദിവസേന നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാം. പിന്നെ ഒരു വിഷമുക്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കാരണം വെച്ചാൽ നമുക്ക് പരിമിതികളുണ്ട്. ഉപഭോക്തൃ സംസ്ഥാനമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതേപോലെയുള്ള കാര്യങ്ങൾ. അപ്പം എല്ലാവരും പിന്നെ ഈ ഒരു സസ്യം പിന്നെ നിങ്ങളുടെ വീടുകളിൽ വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ മായൻ വംശജർ ഉപയോഗിച്ചിരുന്ന ഒരു പിന്നെ ഭക്ഷണ പദാർത്ഥം ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിന് മായൻ ജീര എന്നും കൂടെ പേരുണ്ട്, അതും കൂടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കൂടെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഈ ഒരു സസ്യത്തിനുണ്ട്. അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ അയൽവക്കക്കാർക്കും പിന്നെ സുഹൃത്തുക്കൾക്കൊക്കെ പിന്നെ ഇതിൻ്റെ ശിഖരങ്ങൾ ഒടിച്ചു കൊടുത്ത് അങ്ങനെ വ്യാപകമായിട്ട് പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ ഒരു വിഷവിമുക്തമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ എല്ലാവരും സുഹൃത്തുക്കളെ എല്ലാവരുടെയും ശരീരത്തിൽ എത്തിക്കുക എന്നുള്ളതും കൂടെ എല്ലാവരും പരിഗണിക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഈ ചായ മനസ്സ പോലെയല്ല, നമുക്ക് പറ്റുന്നതൊക്കെ വീട്ടിൽ വെച്ച് പിന്നെ കഴിക്കാൻ പറ്റിയ വിഷവിമുക്തമായ ചെടികളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമുക്കിപ്പം ഫ്രൂട്ട്സ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കാണുന്നില്ല, അതായത് ഇതേപോലെയുള്ള സപ്പോട്ടയുണ്ട്, അതൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ അവിടെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും പിന്നെ അവിടെ കാണുന്നത് പിന്നെ റംബൂട്ടാനാണ്. അതുപോലെ തന്നെ ഈ കപ്പളത്തെ ഇതൊക്കെ ഒരുപാട് പിന്നെ ഔഷധ ഗുണങ്ങളുള്ളതാണ്, അപ്പം വൈറ്റമിൻസെല്ലാം ഉള്ളതാണ്. പേരക്ക, ഇതൊക്കെ നമ്മൾ ഈ മാക്സിമം ഫ്രൂട്ട്സുകളൊക്കെ ഈ പിന്നെ വിഷമുള്ള ഫ്രൂട്ട്സെല്ലാം മേടിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ വെച്ചുണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ഒരു വിഷമില്ലാത്ത ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇലക്കറികൾ ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞത് നമ്മുടെ ആരോഗ്യത്തിന് ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ്. അപ്പം പിന്നെ അത് വിഷമുക്തമായിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒന്നാം സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ വിഷം കണ്ടമാനിങ്ങനെ അടിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് രോഗങ്ങൾ ഹോസ്പിറ്റലിൽ ആൾക്കാരിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ ഇത്തരം പിന്നെ ഈ ചെടികൾ പ്രത്യേകിച്ച് ഒരു പണിയില്ലാണ്ട് ഒരു കമ്പ് വെറുതെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഇലകളായി നമുക്ക് ദിവസം ഇലക്കറികൾ നമുക്കിപ്പം ഡെയിലി ഇലക്കറിയൊക്കെ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ അതിൻ്റെ പൈസ എത്രയാണ്, എന്നാൽ അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ, ദോഷമല്ലാണ്ട്. അപ്പോൾ അതെല്ലാം ചിന്തിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക, പിന്നെ ഇത് ഷെയർ ചെയ്ത് എല്ലാവരും അറിയിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും നേരിട്ട് കൊണ്ടുപോയിട്ട് പച്ചക്കറി കറി വെച്ച് കഴിക്കാൻ നിൽക്കരുത്. പിന്നെ തുറന്ന പാത്രത്തിൽ വേവിക്കുക. മാക്സിമം അലുമിനിയം പാത്രങ്ങളൊക്കെ ഒഴിവാക്കുക. മൺപാത്രത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത് വേവിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കട്ടൊക്കെ അങ്ങോട്ട് ഊറ്റിക്കളയും. നമ്മൾ കപ്പയൊക്കെ പണ്ട് വെച്ചിട്ട് കട്ട് ഊറ്റിക്കളയുന്നില്ലേ, അതുപോലെ പിന്നെ ഇതിൻ്റെ കട്ടെല്ലാം ഊറ്റിക്കളഞ്ഞ് പിന്നെ വെച്ച് കഴിക്കുക. ദിവസേന കഴിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. നമ്മളെ ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണിത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതിൻ്റെ അഭിപ്രായങ്ങളും
പിന്നെ നമ്മുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും, പിന്നെ മാക്സിമം നമ്മളെ വീഡിയോ പ്രോത്സാഹിപ്പിക്കുക, ചാനൽ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം.